ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഞങ്ങളുടെ ചെക്കപ്പൊക്കെ കഴിഞ്ഞ് റിപ്പോർട്ട് കാത്തിരിക്കുകയാണ്. ആ സമയത്ത് ഞങ്ങൾ എന്തായാലും ഒരു തീരുമാനമെടുത്തു. അടുത്ത വർഷം ക്രിസ്തുമസ് ഞങ്ങളുടെ കയ്യിൽ ഉണ്ടോ എന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് ഒന്ന് ചുറ്റിക്കറങ്ങാൻ തന്നെ തീരുമാനിച്ചു. ഇത് ഞങ്ങളുടെ ഇടവക പള്ളിയാണ് കേട്ടോ. ഞങ്ങളുടെ യൂണിറ്റിൻ്റെ നക്ഷത്രമാണ് ഈ കാണുന്നത്. എല്ലാ പള്ളികളിലും ഇപ്പോൾ നക്ഷത്രങ്ങളൊക്കെ കൊളുത്തി ദീപാലങ്കാരമൊക്കെ ചെയ്ത് എല്ലാവരും അടിപൊളിയായിട്ട് ക്രിസ്തുമസ് ആഘോഷിക്കുകയാണ്. നമ്മളെല്ലാവരും നോമ്പൊക്കെ വീടി ക്രിസ്തുമസ് ആഘോഷിക്കുന്നതിൻ്റെ തിരക്കാണ്. പക്ഷേ ഈ ആഘോഷങ്ങൾക്ക് ഇടയിൽ ഓരോ നക്ഷത്രങ്ങളും കണ്ട് ഇങ്ങനെ പോകുമ്പോൾ എൻ്റെ ഉള്ളിലൊരു ചെറിയൊരു നീറ്റലുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് നക്ഷത്രങ്ങളൊക്കെ ഇങ്ങനെ തൂക്കിയിടാനും അടിപൊളിയായിട്ട് ക്രിസ്തുമസ് ആഘോഷിക്കാനുമൊക്കെ പറ്റുമ്പോൾ നമ്മുടെ ഇന്ത്യയുടെ മറ്റൊരു ഭാഗത്ത് ഒരു നക്ഷത്രം കൊളുത്താനോ ഒന്ന് ദീപാലങ്കാരം ചെയ്യാനോ ഒരു ക്രിസ്മസ് പാപ്പയുടെ ഡ്രസ്സിട്ട് ഒന്ന് പുറത്തിറങ്ങാനോ ക്രിസ്മസ് ആഘോഷങ്ങൾ നടത്താനോ അനുവാദമില്ലാതെ നമ്മുടെ സഹോദരങ്ങൾ പീഡിപ്പിക്കപ്പെടുകയാണ്. ഇത് ഇന്ത്യ രാജ്യമാണ്, ഇന്ത്യ മഹാരാജ്യം. ഇത് നമ്മുടെ രാജ്യമല്ലേ. എന്നിട്ടോ നമ്മുടെ സഹോദരങ്ങൾക്ക് ഇങ്ങനെ നക്ഷത്രം കൊളുത്തിയിടാനും ക്രിസ്തുമസ് ആഘോഷിക്കാനും പറ്റുന്നില്ലല്ലോ. ഇത് എന്ത് ന്യായമാണ് എന്ന് ഈ നക്ഷത്രങ്ങളെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ വന്ന ഒരു ചിന്തയാണ് കേട്ടോ. ഗ്രോട്ടോയിലെ മാതാവിൻ്റെ മുമ്പിൽ തിരികത്തിച്ച് പ്രാർത്ഥിച്ച അമ്മ കടാക്ഷിക്കും എന്നുള്ള വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഇവരിങ്ങനെ തിരികത്തിക്കുന്നത് അല്ലേ. പരിശുദ്ധ അമ്മ ഗ്രോട്ടോയിൽ അത്ഭുതകരമായ ഒരു സാന്നിധ്യം തന്ന് ഈ ഇടവകയെ അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ വിശ്വാസം നക്ഷത്രമൊക്കെ കൊളുത്തിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ പള്ളിയിൽ ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് നക്ഷത്രമൊക്കെ കൊളുത്തി ആഘോഷിക്കാം. എന്ത് ചെയ്യാം, നമ്മുടെ തന്നെ ഒരു ഭാഗം ആളുകൾക്ക് വലിയ വിലക്കുകളാണ്. ഈ തൂങ്ങിക്കിടക്കുന്ന നക്ഷത്രങ്ങളിൻ്റെ ഉള്ളിലുള്ള ഉണ്ണീശോയോടും ഈ പരിശുദ്ധ അമ്മയോടും ശക്തമായി പ്രാർത്ഥിക്കണം കേട്ടോ. ഈ ഗ്രോട്ടോയിലുള്ള മാതാവിനോട് ഞാനും പ്രാർത്ഥിച്ചു, ഈ ഒരു അവസ്ഥ പരിശുദ്ധ അമ്മേ മാറ്റിത്തരണമേ എന്ന്. ഇത് ഞങ്ങളുടെ കൂടെ വന്നൊരു ഫാമിലിയാണ്. ഇവരുടെ മകൻ 33 വയസ്സുള്ള മകൻ മരിച്ചു. അന്ന് ഡെത്ത് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ അവർ പാവപ്പെട്ട അനാഥരായിട്ടുള്ള ആരുമില്ലാത്ത അഭയഭവനിലെ അപ്പാപ്പന്മാർക്കും അമ്മാമ്മമാർക്കുമൊക്കെ സ്വീറ്റ്സ് കേക്ക്, ക്രിസ്മസ് കേക്ക് കൊടുക്കുകയാണ്. ശുദ്ധീകരാത്മാക്കൾക്ക് വലിയ ആശ്വാസം കിട്ടുന്നൊരു പ്രവൃത്തിയാണ് കേട്ടോ ഇത്. ഞങ്ങളുടെ ഈ ചുറ്റിക്കറക്കത്തിൻ്റെ ഇടയിൽ ഇങ്ങനെയൊരു നല്ല കാര്യത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു. ഹാപ്പിയായി. സാധാരണ കേക്കല്ല ഇവർക്ക് കൊടുത്തത്. ഈ വർഷം പിന്നെ ഉണ്ണീശോ കേക്കും ഉണ്ടാക്കി തന്നല്ലോ, ഒരെണ്ണം കൂടുതൽ. അപ്പോൾ ഉണ്ണീശോയ്ക്ക് ഈ കേക്ക് കൊടുക്കുന്നതൊക്കെ വലിയ ഇഷ്ടമാണ് എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ ഉണ്ണീശോ ഇടപെട്ടത്. നമ്മളെക്കൊണ്ട് കൂട്ടിയാൽ കൂടാതാവുമ്പോൾ സ്വർഗമിറങ്ങി വന്ന് കേക്ക് ഉണ്ടാക്കും, വട്ടയപ്പം കലക്കി വയ്ക്കും, ഇറച്ചിക്കറി വയ്ക്കും, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യും എന്നെനിക്ക് മനസ്സിലായി. പക്ഷേ എൻ്റെ ഉള്ളിൽ വന്ന ചിന്ത അതല്ല. കേക്കില്ലാതാവുമ്പോഴേക്കും കേക്ക് ഉണ്ടാക്കി തരുന്നുണ്ടെങ്കിൽ ഇവിടെ നടക്കുന്ന ഓരോ മൂമെൻറ്റ്സും അവിടെ അറിയുന്നുണ്ട് എന്നാണ് ചുരുക്കം. അതല്ലെങ്കിൽ അവിടെയുള്ളവർ നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളതാണ് സത്യം. അതാണല്ലോ നമ്മുടെ കുറവുകളും പോരായ്മകളും ഇങ്ങനെ നികത്തി തന്നത്. ഇദ്ദേഹം പറയുമായിരുന്നു, എൻ്റെ
ക്യാൻസറിനെ കുറിച്ചൊക്കെ ചോദിക്കുകയായിരുന്നു. അവർക്കൊക്കെ അതിശയമാണ്, ഈ വയറെടുത്തു മാറ്റി എന്ന് പറയുമ്പോൾ പിന്നെ എന്താണ് അവിടുത്തെ സ്ഥിതി. ഞാനതൊക്കെ വിശദീകരിച്ച് കൊടുക്കുകയായിരുന്നു. എന്നെ കാണുന്നവരെല്ലാം വിചിത്ര ജീവികളെ പോലെ നോക്കുകയാണ്. ഇത് നമ്മുടെ കുറ്റിക്കലച്ചൻ്റെ ആശ്രമമാണ്. അവിടെ ഒരു കൊച്ചു തൊഴുത്ത് പോലൊരു വീടുണ്ടായിരുന്നു. ആ വീടാണ് ഈ പുരോഹിതനിപ്പോൾ ഇതുപോലെയാക്കിയത്, മറ്റുള്ള സഹായികളുടെ സഹായത്തോടെ. ഈ ഫാമിലി അവിടെയും വന്നിരുന്നു, അവർക്കും ഭക്ഷണമൊക്കെ കൊടുക്കാൻ. കുറ്റിക്കലച്ചൻ എന്ന് പറഞ്ഞാൽ ഒരു മഹാസംഭവമാണ് കേട്ടോ. നിങ്ങൾക്കറിയാമോ എന്നെനിക്കറിഞ്ഞുകൂടാ. അത് തുല്യം വയ്ക്കാൻ പറ്റില്ല. നമുക്ക് ദൈവം തന്ന ഒരു നിധിയാണ്, ഒരു വിശുദ്ധനാണെന്ന് ഞാൻ പറയും. ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ട് കുറ്റിക്കലച്ചനെ. ഈ ആകാശപ്പറവുകളുടെ തുടക്കം അദ്ദേഹമായിരുന്നല്ലോ. വലിയ അത്ഭുതങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. കുറ്റിക്കലച്ചൻ ഒരു ദിവസം കുർബാന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പിള്ളേരൊക്കെ പുറത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. കന്യാസ്ത്രീകൾ പറഞ്ഞു, വെറുതെ നോക്കണ്ട, നിങ്ങൾ സംസാരിച്ചാൽ അച്ഛൻ വീണ്ടും അതിനെക്കുറിച്ച് പറഞ്ഞ് പ്രസംഗം അരമണിക്കൂർ കൂടെ നീണ്ടുപോകും. അല്ലെങ്കിലും അച്ഛൻ്റെ കുർബാന വളരെ പാതിരോപ്പിയോയുടെ കുർബാന പോലെയായിരുന്നു. അപ്പോൾ പിള്ളേർ പിന്നെയും പുറത്ത് നോക്കുകയാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് കന്യാസ്ത്രീകളും നോക്കി, ഇതെന്താണ് ഇവർ നോക്കുന്നത്? ഈ കാണുന്ന ഗ്രോട്ടോയുടെ പിന്നിലുള്ള മലയുടെ മുകൾ ഭാഗത്തൊരു നല്ല മഴവില്ല് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു അന്ന്. എല്ലാവരും അതിശയത്തോടു കൂടി നോക്കിയപ്പോൾ ആ മഴവില്ലിൻ്റെ താഴെ നിന്ന് കർമ്മല മാതാവ് ഇറങ്ങി വരുന്നത് അന്ന് കൂടി എല്ലാവരും കണ്ടു. പക്ഷേ ഇതൊരു അത്ഭുതമായിട്ട് ആരും പറയുകയോ ഒന്നും അതിനെക്കുറിച്ച് പുറത്ത് പറയുകയോ ഒന്നും ചെയ്തില്ല. ആ കാര്യം അങ്ങനെ അവിടെ പൊടി പിടിച്ച് കിടക്കുകയായിരുന്നു. ഇവിടെയൊക്കെ കാട് പിടിച്ച് കിടന്ന പ്രദേശമാണ് കേട്ടോ. എനിക്കൊരു 25 വർഷമായിട്ട് ഈ ആശ്രമവുമായി ബന്ധമുണ്ട്. വലിയ അനുഭവങ്ങൾ ഇവിടെ നിന്ന് കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ ഈ അച്ഛനാണ് ആ ഒരു തൊഴുത്ത് പോലെയുള്ള സംഭവം ഇങ്ങനെയാക്കി മാറ്റിയത്. അച്ഛൻ പറയുമായിരുന്നു, ഒരുപാട് അത്ഭുതങ്ങളുള്ള സ്ഥലമാണിത്, പക്ഷേ അതൊന്നും പുറം ലോകം അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ മഴവില്ലിൻ്റെ അടിയിൽ കൂടെ കർമ്മലമാതാവ് ഇങ്ങനെ വന്നത് എല്ലാവരും കണ്ടു. കഴിഞ്ഞ വർഷങ്ങൾ കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെയുള്ള ഇപ്പോഴത്തെ ഡയറക്ടറേഴ്സിന് ഒരു സന്ദേശം, ഈ കർമ്മല മാതാവിന് ശരിക്കും ഇവിടേക്ക് കൊണ്ടുവരണം. നല്ല പൂന്തോട്ടമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെയുള്ളവർക്ക് കാണാനാണ് കേട്ടോ, വിൽപ്പനയ്ക്കൊന്നുമല്ല. കാട് പിടിച്ച് കിടന്ന പ്രദേശങ്ങളാണ്. ഇപ്പോൾ പൂങ്കാവനായിട്ട് മാറിയിരിക്കുക. ഇവിടേക്ക് രണ്ടാമത് വരുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. എന്തായാലും അച്ഛനിലൂടെ ഒരു നല്ല ഫാമിലി ഇവിടെ കർമ്മല മാതാവിൻ്റെ ഒരു ഗ്രോട്ടോ സ്പോൺസർഷിപ്പ് കൊടുത്ത് അവരത് പണിയിച്ച് കൊടുത്തു. ഇതാണ് കർമ്മല മാതാവ്. ഇതിൻ്റെ ബാക്കിലുള്ള ആ മലയിൽ നിന്നാണ്, ആകാശത്ത് നിന്നും കർമ്മല മാതാവ് ഇറങ്ങി വരുന്നത് പിള്ളേരൊക്കെ കണ്ടത്. അച്ഛൻ അവിടെ തന്നെ കർമ്മല മാതാവിൻ്റെ ഒരു ഗ്രോട്ടോ ഉണ്ടാക്കി. നല്ല അനുഭവമായിരുന്നു അവിടെ പോയപ്പോൾ. ഇവിടെ നിന്നാണ് മഴവില്ലൊക്കെ വന്നതെന്നാണ് പറയുന്നത്. അതിൽ കൂടെയാണ് പരിശുദ്ധ അമ്മ ഇറങ്ങി വന്നത്. പ്രിയ സഹോദരങ്ങളെ, ഞങ്ങളുടെ ചുറ്റിക്കറക്കത്തിൻ്റെ ഇടയിൽ ഞാൻ കണ്ട കാഴ്ചകളും അനുഭവങ്ങളും നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു എന്നേ ഉള്ളൂ കേട്ടോ. എനിക്ക് സന്തോഷമായിരുന്നു, കാരണം ഇതൊക്കെ കാണാൻ വീണ്ടും ഞാൻ ജീവനോടെ ഇരുന്നല്ലോ. ഈ പ്രദേശമൊന്നും എനിക്കിപ്പോൾ നിങ്ങൾക്ക് വിവരിച്ച് തരാൻ പറ്റില്ല പണ്ട് എങ്ങനെയായിരുന്നു എന്ന്. പണ്ടൊക്കെ അപ്പാപ്പന്മാരുടെ തുണികൾ അലക്കാൻ ഞങ്ങൾ ഗ്രൂപ്പായി പോവുമായിരുന്നു. ഒരു 20 വർഷം 25 വർഷം മുൻപാണ് കേട്ടോ. അപ്പോൾ നല്ല രസമാണ്, കാടാണ്. അതിൻ്റെ പുറകിലാണ് ഒരു ചോല പോകുന്നത്. അവിടെയാണ് ഈ ബാണ്ടക്കെട്ട് കൊണ്ടുപോയി അലക്കുക. അപ്പോൾ അവരുടെ തുണികളിൽ അപ്പിയും മൂത്രവും അങ്ങനെ എല്ലാതും ഉണ്ടാവും. അത് കഴുകിയെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഒരു ദിവസം അങ്ങനെ സ്മെല്ലടിച്ച് ബുദ്ധിമുട്ടായപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഛർദ്ദിക്കാൻ വരുന്നു കേട്ടോ, ഞങ്ങൾക്കിത് പറ്റണില്ലല്ലോ എന്ന് പറഞ്ഞ ഉടനെ അവിടെ മുഴുവൻ മുല്ലപ്പൂവിൻ്റെ സുഗന്ധം പരന്നത് ഞങ്ങളൊന്നും മറക്കില്ല. അതിൽ കൂടെയുണ്ടായിരുന്ന 1-2 പേർ മരിച്ചുപോയി. പക്ഷെ ഞാനിപ്പോഴും മരിക്കാതിരിക്കുന്നുണ്ട്. ആ ഒരു സുഗന്ധാഭിഷേകം അന്നേ അറിയാം. നമ്മളോട് ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളിലും ഈശോയും മാതാവും കാണുന്നുണ്ട്. അതുപോലെ ഒരിക്കൽ അലക്കാൻ നിൽക്കുമ്പോൾ ഒരു സന്ദേശം കിട്ടി, മുകളിലേക്ക് പോ എന്ന്. ഞാൻ കൂട്ടുകാരോടൊക്കെ പറഞ്ഞ്, നിങ്ങൾ അലക്ക്, ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് മുകളിൽ വന്നു. മുകൾ ഭാഗം എന്ന് പറഞ്ഞാൽ ഇത്.
അതിൻ്റെ ഓപ്പോസിറ്റാണ് കാട്. അതിൻ്റെ താഴെ ഇറങ്ങിയിട്ടാണ് ഞങ്ങൾ അലക്കാറ്. അപ്പോൾ ഈ മോൾ ഭാഗത്ത് വന്നപ്പോൾ ഒരു അമ്മ ഞാൻ എന്നും കണ്ട് സംസാരിക്കുന്ന അമ്മാമ്മയാണ്. ആ അമ്മാമ്മ 90 വയസ്സായിട്ടുണ്ട്. ഒരു ലക്ഷ്മി അമ്മയാണെന്ന് തോന്നുന്നു. ഹൈന്ദവ കുടുംബത്തിലെയാണ്. നല്ല സുന്ദരിയായിട്ടുള്ള അമ്മ. ഞാൻ കാണുമ്പോൾ എപ്പോഴും ചിരിച്ച് വർത്താനം പറയും. എന്നെ കണ്ട സുമതിയാന്ന് പറയും, മോളാന്ന് പറയും. അങ്ങനെയാണ്. അങ്ങനെ ഞാൻ മുകളിലേക്ക് വന്ന് ഞാൻ ഓടിച്ചെന്നു അമ്മമാരുടെ അടുത്തേക്ക്. അപ്പോൾ ഈ അമ്മാമ്മ കിടക്കുകയാണ് സുന്ദരിയായിട്ട്. ഞാൻ ഓടിച്ചെന്നു, ഇതെന്താ ഇങ്ങനെ കിടക്കണേന്ന് ചോദിച്ചു. അനക്കി നോക്കിയപ്പോൾ അനങ്ങുന്നില്ല. രശ്മി അമ്മയെ എന്താ ഇങ്ങനെ കിടക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അനങ്ങുന്നില്ല. അപ്പോഴാണ് ഞാൻ ബോഡി തൊട്ട് നോക്കിയപ്പോൾ ആൾ മരിച്ചാണ് കിടക്കുന്നതെന്ന് മനസ്സിലായത്. ഒരു ഭയങ്കര അനുഭവമായിരുന്നത്. അച്ഛനെ വിളിച്ചു, ഓടി വന്നു. 8 മക്കളുള്ളൊരു അമ്മയായിരുന്നത്. അതിൽ 3 ഡോക്ടർമാർ, 2 എൻജിനീയർമാരും. അവർ അമേരിക്കയിലും ബാക്കിയുള്ളവർ കുറച്ച് വേറെ രാജ്യങ്ങളിലും. അമ്മയെ നോക്കാൻ നേരമില്ലാത്തത് കൊണ്ട് ഇവിടെ വന്നു പെട്ടതാണ്. അതൊരു നല്ല അനുഭവമായി, ഒരു നല്ല ചിന്തയായി. ജീവിതം ഇത്രയേ ഉള്ളൂ. പ്രിയ സഹോദരങ്ങളെ, ജീവിക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി ജീവിക്കണം കേട്ടോ. മക്കൾക്ക് വേണ്ടി ജീവിക്കരുത്. മക്കളെ ദൈവവിചാരത്തോടെ വളർത്താനാണ് നമ്മൾ പാടുപെടേണ്ടത്. അല്ലാതെ വലിയ വലിയ പോസ്റ്റിലേക്ക് എത്തിച്ചാൽ അവർ ദൈവമാകുന്ന പോസ്റ്റിലേക്ക് എത്താതെ പോയി എന്ന് വരും. ഇവിടെയുള്ള മക്കൾക്കൊക്കെ അന്ന് ഭക്ഷണം കൊടുക്കുകയും ഞങ്ങൾ അവരുടെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്തു. ഈ ചുറ്റിക്കറക്കത്തിലുണ്ടായ ഒരു അനുഭവമാണിത്. ഇവിടെ കുറ്റിക്കലച്ചനിലൂടെ വലിയ അനുഗ്രഹങ്ങൾ ഉള്ള ഒരു സ്ഥാപനമാണ്. ഒരിക്കൽ കുറ്റിക്കലച്ചൻ ഇങ്ങനെ ഇവിടെ ധ്യാനം നടക്കുന്ന സമയമായി ധ്യാനം നടത്താമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിൽഡിങ്ങൊന്നും ഇങ്ങനെ ഇല്ലല്ലോ. അപ്പം അന്ന് കണ്ട കൊച്ചു തൊഴുത്ത് പോലുള്ള സ്ഥലത്തിൻ്റെ അടുത്താണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇവിടെ ധ്യാനം നടത്തിക്കോ എന്ന്. അങ്ങനെ ധ്യാനം നടത്താമെന്ന് വെച്ച് നോക്കുമ്പോൾ അവിടെ ഒരു വലിയ തേനീച്ചക്കൂട്, വലിയ തേനീച്ചക്കൂട്. അപ്പോൾ തേനീച്ചകൾ ഇങ്ങനെ നടക്കുന്ന കണ്ടപ്പോൾ അവർ പറഞ്ഞു, പണിക്കാർ ഇവിടെ നടത്താൻ പറ്റില്ല വെച്ചോ, ഫുഡ് കൊടുക്കണമെങ്കിലൊക്കെ തേനീച്ച കുത്തും. അച്ഛൻ വന്നു, പ്രാർത്ഥിച്ചു, ഇങ്ങനെ പറഞ്ഞത്രേ, പിതാവായ ദൈവമേ, ഞാൻ നിൻ്റെ സൃഷ്ടി, ഇവരും നിൻ്റെ സൃഷ്ടി. പ്രിയപ്പെട്ട തേനീച്ചകളെ, നിങ്ങൾ രണ്ടുപേരും, നിങ്ങളും ഞാനും സഹോദരങ്ങളാണ്. നമ്മുടെ അപ്പൻ ഒന്നാ. നിങ്ങൾ ദയവ് ചെയ്ത് 5 ദിവസത്തേക്കൊന്ന് മാറിപ്പോക്കോളൂ, എനിക്ക് ഉപദ്രവം ഉണ്ടാക്കാതെ. കാരണം ഇവിടെ ധ്യാനം നടക്കണം എന്ന് പറഞ്ഞ് അച്ഛൻ പോന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ധ്യാനത്തിനുള്ള ഒരുക്കമൊക്കെ ചെയ്തോ എന്ന്. പ്രിയ സഹോദരങ്ങളെ, ആ സമയത്ത് അവർ പറയാണ്, പണിക്കാർ ഹെലികോപ്റ്ററിൻ്റെ പോലെ ഒരു സ്വരം കേട്ടു എന്ന്. അവർ നോക്കിയപ്പോൾ എല്ലാ തേനീച്ചകളും ആ കൂട്ടിൽ നിന്ന് ഭൂന്നൊരു സ്വരം ഉണ്ടാക്കിയിട്ട് വേറെ എവിടേക്കോ പോകുന്നു. അതിശയമായി അവർക്ക്. അങ്ങനെ അവർ ധ്യാനത്തിൻ്റെ സെറ്റപ്പൊക്കെ ചെയ്തു. 5 ദിവസം നന്നായി ധ്യാനം നടന്നു. 5-ാം ദിവസം ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പണിക്കാർ വീണ്ടും ഈ ഹെലികോപ്റ്ററിൻ്റെ സ്വരം കേട്ടു. ഭൂന്നിന് ഹെലികോപ്റ്റർ വരുന്നു. നോക്കിയപ്പോൾ 5 ദിവസം മുമ്പ് ഇവിടുന്ന് പോയ ഈ തേനീച്ചകൾ മുഴുവൻ 5-ാം ദിവസം ഈ തേനീച്ചക്കൂട്ടിലേക്ക് വന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു തുള്ളി തേനെടുക്കുകയോ തേനീച്ചക്കൂട് ഉപദ്രവിക്കുകയോ ചെയ്യരുത് കേട്ടോ, അവരുടെ അധ്വാന ഫലമാണതെന്ന്. എങ്ങനെയുണ്ട് വിശുദ്ധരായ ജീവിതങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ അച്ഛൻ മലയാറ്റൂർ പോയപ്പോൾ പറയുന്നുണ്ട്, ചെരുപ്പിടാതെ ഇങ്ങനെ പോവായിരുന്നു അച്ഛൻ. അപ്പോൾ ഭയങ്കര ചൂട് വന്നപ്പോൾ പറഞ്ഞു, അപ്പാ എൻ്റെ കാല് പൊള്ളണു എന്ന്. ഉടനടി 6 റോഡിൽ മുഴുവൻ ഐസ് പോലെ. അങ്ങനെ ഒരു മലയാറ്റൂരെത്തി ഈ വിശുദ്ധ ഗ്രന്ഥവും പൊക്കി പിടിച്ച പോണേ. അപ്പം മഴ പെയ്യായിരുന്നു അത്രേ. മഴ പെയ്യുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞു വീണ്ടും, അപ്പാ മഴ പെയ്ത വിശുദ്ധ ഗ്രന്ഥം നനയുമെന്ന്. പ്രിയ സഹോദരങ്ങളെ, അച്ഛനും കൂട്ടരും നടക്കുന്ന സ്ഥലത്ത് മാത്രം മഴയില്ല എന്ന്. അങ്ങനെ അവർ മലമുകളിലേക്ക് പോയി എന്നാണ് പറയുന്നത്. ഇത് മറ്റൊരാശ്രമമാണ് കേട്ടോ. അവിടെ കേക്ക് കൊടുക്കുകയാണ്. ജീവിതം നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ എന്താല്ലേ, കുടുംബത്തിൽ താമസിച്ച് കുറേ കഴിഞ്ഞപ്പോൾ ഇവരെ ആർക്കും വേണ്ട, നോക്കാൻ ബുദ്ധിമുട്ട്. ഇവരെ കണ്ട് സഹതപിക്കൊന്നും വേണ്ട കേട്ടോ. നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും എന്ന് നമുക്ക് ചിന്തിക്കണം. കാരണം മറ്റുള്ളവർക്ക് നോക്കാൻ കഴിയാത്ത വണ്ണം ഒരു ഭാരമായിട്ട് അപ്പനോ അമ്മയോ മറ്റുള്ളവരോ മാറിക്കഴിയുമ്പോൾ അവർക്കൊരു കൈത്താങ്ങ്, അവരെ 2 കൈയും നീട്ടി സ്വീകരിക്കുന്ന കുറേ ജീവിതങ്ങളാണ്
നമ്മുടെ കേരളത്തിലുള്ളത്. ആശ്വാസമല്ലേ അത്? വളരെ നല്ല ആശ്വാസം. അവർ തന്നെ പരസ്പരം സഹായിച്ചും അവർ തന്നെ ഇത് ബ്രദേഴ്സ് നടത്തുന്ന സ്ഥാപനമാണ്. ഈ ബ്രദേഴ്സൊക്കെ ഇവരെ പൊന്നുപോലെ സൂക്ഷിക്കും. ഇവർക്ക് വേണ്ടി ഓടി നടന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യാണ്. ഞാൻ ഇവരോട് ചോദിച്ചു, ഹാപ്പിയാണോ? ആ, ഹാപ്പിയാണ്. ചിലരൊന്നും വിവാഹം കഴിക്കാത്തവരാണ്. അതുകൊണ്ട് അവർക്ക് പിന്നെ വീട്ടിൽ നിൽക്കാനായിട്ടുള്ള ഒരു അടിസ്ഥാനമില്ലല്ലോ. അപ്പോൾ അവർ പഠിപ്പുള്ളവരൊക്കെയാണ്. ഈ സഹോദരനൊക്കെ പഠിപ്പുള്ളതാണ്. അവർ വന്ന് ഇവിടെ കൂടും. ഇവിടെ അവർ ഹാപ്പിയാണ്. നമ്മുടെ നാട്ടിൽ ഇതുപോലെ കുറേ സ്ഥാപനങ്ങളുണ്ട് കേട്ടോ. അതൊരാശ്വാസമാണ്. പലപ്പോഴും പലരെയും അവിടേക്ക് ആക്കാൻ ഇടവന്നിട്ടുണ്ട്. മറ്റൊരു കാഴ്ചയാണ് നമ്മുടെ ജെറൂസലേം ധ്യാന കൂടാരത്തിൽ അച്ഛൻ ഒരുക്കിയിരിക്കുന്ന ഈ സ്വർഗീയ വിരുന്ന്. എൻ്റെ ഈശോയെ, ഞാനിത് കാണാനായിട്ട് പോയി കേട്ടോ. എനിക്ക് ആരോഗ്യം ഉണ്ടായിട്ടല്ല, എങ്കിലും ഒരു ആശ. ഈ അച്ഛൻ ഇത്രയും നല്ല കാര്യങ്ങളിവിടെ ചെയ്തു വെച്ചിട്ട് ക്രിസ്മസ് ആഘോഷത്തിനിടയിൽ ഇതൊന്ന് കാണണ്ടേ. ഞാനത് കാണാൻ പോയതാ. പുൽക്കൂട് കാണാൻ പോയിട്ട് ഞാൻ ശരിക്കും കണ്ടത് ശുദ്ധീകരണ സ്ഥലവും സ്വർഗവുമാണ് കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ നക്ഷത്രങ്ങളും ഇതിൻ്റെ ബഹളങ്ങളും ഇതിൻ്റെ ആസ്വാദ്യതയൊക്കെ ഇങ്ങനെ നുകർന്ന് ഞങ്ങളിങ്ങനെ പോയി. എന്തൊരു ഭംഗിയാണെന്നോ പുൽക്കൂടും. ക്രിസ്മസ് ആഘോഷത്തിനായി ആ ജെറൂസലേം റിട്രീറ്റ് സെൻറ്റർ അങ്ങനെ തന്നെ ഒരുക്കിയിട്ടുള്ളത് കണ്ടാൽ ഞാൻ ഓർക്കും, ഈ പട്ടത്തച്ഛന് വേറൊരു ജോലി ഇല്ലയാവോ? എവിടെ നോക്കിയാലും വളരെ കൃത്യതയോടുകൂടെ കാര്യങ്ങൾ ചെയ്ത് വെക്കുകയാണ്. ഇതിൻ്റെ ഇടയിലൂടെ അച്ഛനിങ്ങനെ ഓടി നടക്കുന്നുമുണ്ട്, എന്താണ് എങ്ങനെയാണ് കാര്യങ്ങളെന്ന്. കുട്ടികൾക്കും യുവതി യുവാക്കൾക്കും അതുപോലെ വൃദ്ധരായ മാതാപിതാക്കൾക്കും എന്നെ പോലെയുള്ളവർ തലയിൽ മഫ്ലറൊക്കെ കെട്ടി സെറ്ററൊക്കെ ഇട്ട് ഓരോ അമ്മാമ്മമാരിങ്ങനെ വരുന്നുണ്ട് എന്നെ പോലെ. ഞാനപ്പോൾ പറഞ്ഞു, ഞാൻ മാത്രമല്ല കേട്ടോ, ഇതാ ഇവിടെ വേണ്ട ആളുകളിങ്ങനെ വരുന്നുണ്ടെന്ന്. പക്ഷേ ആമാശയില്ലാത്തൊരു ക്യാൻസർ രോഗിയായിട്ട് ഞാൻ മാത്രമേ ഉണ്ടാകൂ എന്ന് എനിക്ക് തോന്നുന്നു. അത് ചിലപ്പോൾ എൻ്റെ തോന്നലായിരിക്കാം. നല്ല ഒരു അന്തരീക്ഷം, സ്റ്റാറുകളൊക്കെ കൊളുത്തി ഇങ്ങനെ പ്രകാശപൂരിതമാക്കി മാറ്റിയിരിക്കുകയാണ്. കണ്ണിന് കുളിർമ, ഹൃദയത്തിന് ആനന്ദം. പിന്നെ നിൽക്കുന്ന സ്ഥലം ഒരു ദൈവീകമായ ഒരു സ്ഥലം. അതിൻ്റെ ഒരു ഫീല് നമുക്ക് അവിടെ ചെന്നാൽ കിട്ടും. കൊട്ടാരങ്ങളും കുറേ വീടുകളും പിന്നെ ധാരാളം പുൽക്കൂടുകൾ കുട്ടികൾ മത്സരിച്ച് ഉണ്ടാക്കിയിട്ടുള്ളതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ വന്നപ്പോഴും മനസ്സിൻ്റെ ഉള്ളിലൊരു നീറ്റലുണ്ടായിരുന്നു. കാരണം നോർത്ത് ഇന്ത്യയിൽ ക്രിസ്മസ് ആഘോഷിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള നമ്മുടെ പുരോഹിതന്മാരൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ 2 ലൈറ്റ് ഇടുമ്പോഴേക്കും പേടിക്കണ്ടേ. അങ്ങനെയൊരു അവസ്ഥയിലാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ഭാഗം. എന്തൊരു വിരോധാഭാസ അല്ലേ? നമ്മുടെ സ്വന്തം രാജ്യത്ത് നമുക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് പറഞ്ഞാൽ എന്തൊരു വിരോധാഭാസമാണ്. ആ ഒരവസ്ഥ നമ്മുടെ നാട്ടിലേക്ക്, നമ്മുടെ കേരളത്തിലേക്ക് വരാൻ അധികമൊന്നും സമയമില്ല. ഇവിടെ തന്നെ ഓരോ ഭാഗത്ത് പൊട്ടലും ചീറ്റലുമൊക്കെ നടന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. എന്തായാലും ഇപ്പോൾ ഇത് ആസ്വദിക്കാൻ ദൈവം എന്നെയും നിങ്ങളെയും ഒരുക്കി എന്നോർത്ത് നന്ദി പറഞ്ഞു. ഒപ്പം വേദനയോടെ ഉണ്ണീശോയോട് പ്രാർത്ഥിച്ചു, ഉണ്ണീശോയെ, നീ ഭൂമിയിലേക്ക് വന്നതിൻ്റെ ഓർമ്മ ആഘോഷിക്കാൻ പറ്റാതെ നിൻ്റെ മക്കൾ ഒരു സ്ഥലത്തുണ്ട് കേട്ടോ. അതും നിൻ്റെ പദ്ധതി ആയിരിക്കാം. എങ്കിലും ഒന്ന് കേൾക്കണേ, ഒന്ന് ചെവി ചായ്ക്കണമേ. എന്താണ് ഇതിൻ്റെയൊക്കെ പിന്നിലെ പദ്ധതി എന്ന് വെളിപ്പെടുത്തി തരണമേ എന്ന്. അതിമനോഹരമായ കാഴ്ചയാണ് ഇവിടെ ഒരുക്കി വച്ചിരിക്കുന്നത്. ഞാൻ നടന്ന് തളർന്നു കേട്ടോ. കാരണം ഇത്രയൊന്നും നടക്കാനുള്ള കപ്പാസിറ്റി എനിക്കില്ല. എങ്കിലും മനുഷ്യൻ്റെ ആഗ്രഹം അതാണ് ശരീരത്തെ നിയന്ത്രിക്കുന്നതെന്ന് എനിക്കിപ്പം മനസ്സിലായി. ഞാനിങ്ങനെ നടക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് ചോദിക്കുകയായിരുന്നു, ഫ്രാൻസിസ് ചേട്ടൻ, നിനക്ക് ഇപ്പോൾ ഒരു കുഴപ്പമില്ല അല്ലേ നടക്കുമ്പോൾ എന്ന്. വേറെ നമുക്കിഷ്ടമില്ലാത്ത ജോലികൾ ചെയ്യുന്ന സമയത്ത് പറയും,
എനിക്ക് വയ്യ, നടക്കാൻ പറ്റണില്ല, ശരീരം കുഴയുന്നു എന്ന്. അപ്പോൾ ഫ്രാൻസേട്ടൻ ചോദിക്കുകയായിരുന്നു, ഇതൊക്കെ കാണുമ്പോൾ നിനക്ക് ശരീരത്തിന് വലിയ കുഴച്ചിലൊന്നുമില്ല എന്ന് തോന്നണം അല്ലേ? മനസ്സിൻ്റെ ആഗ്രഹമാണ് നമ്മളെ നയിക്കുന്നത് എന്നെനിക്ക് മനസ്സിലായി. പക്ഷേ ആ ആഗ്രഹം നയിച്ചാലും കുറച്ച് കഴിയുമ്പോൾ ശരീരം ശരിക്കും കഥ പറയും കേട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ ഇവരൊക്കെ കൂടി തന്നെ എന്നെ എടുത്തുകൊണ്ട് പോകേണ്ടിയും വരും. എന്തായാലും ഇന്ന് ഞാൻ ഫ്രീ ആയിട്ട് ഇതൊക്കെ കണ്ടപ്പോൾ നിങ്ങളെ കൂടി ഇതൊക്കെ കാണിക്കണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നത്. പിന്നെ എൻ്റെ ചെക്കപ്പും ഒക്കെ കഴിഞ്ഞ് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഈശോയുടെ സ്നേഹം എന്തായിരിക്കും എന്നോർത്ത്. രണ്ടുപേരും അങ്ങനെ കിട്ടിയ സമയം പാഴാക്കണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇത് കാണാൻ വന്നത്. കഴിഞ്ഞ വർഷവും അതിന് മുമ്പത്തെ വർഷങ്ങളിലൊന്നും ഞാൻ ഇങ്ങോട്ട് ഇറങ്ങാറില്ല. ആരോഗ്യമുള്ളപ്പോഴും ഇറങ്ങിയിട്ടില്ല. ഇവിടെ ഫാനൊക്കെ കറങ്ങുന്നുണ്ട്. അതിമനോഹരമായിട്ട് കുറേ പുൽക്കൂടുകൾ കുഞ്ഞുമക്കൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് കണ്ടപ്പോൾ അതിശയമായി തോന്നി എനിക്ക്. കുറേ ആളുകൾ വന്നിട്ടുണ്ട് കേട്ടോ പുൽക്കൂട് കാണാൻ. കുറേ അധികം ആളുകൾ പുൽക്കൂട് കാണാൻ വന്നിട്ടുണ്ട്. നക്ഷത്രങ്ങളുടെ ഒരു ലോകം. കൊച്ചു കുട്ടികൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പുൽക്കൂടുകളാണ്. നിങ്ങൾ എണ്ണി എടുത്തോ പുൽക്കൂടുകൾ എത്ര എണ്ണം ഉണ്ടെന്ന്. അങ്ങനെ ഒരുപാട് പുൽക്കൂടുകൾ. ചിലരൊക്കെ ശരിക്കും ആ തൊഴുത്ത് തന്നെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ലൈറ്റൊന്നും ഇട്ടിട്ടില്ല പിള്ളേർ. ഞാൻ പറയും നല്ല ഒറിജിനാലിറ്റി ഉണ്ടെന്ന്. കാരണം എങ്ങനെയാണോ ഈ ഉണ്ണീശ പിറന്നു വീണത് അങ്ങനെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ലൈറ്റൊന്നും ഇട്ടിട്ടില്ല. അവർക്ക് നല്ല യാഥാർത്ഥ്യ ബോധമുണ്ടെന്ന് തോന്നുന്നു. നല്ല 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 പുൽക്കൂടുകൾ. മനസ്സിന് നല്ല സന്തോഷം തോന്നി ഇതൊക്കെ കണ്ടപ്പോൾ. അങ്ങനെ ഞങ്ങൾ പുൽക്കൂട് കണ്ട് ഇങ്ങനെ നടന്നു വന്നപ്പോഴാണ് പ്രിയ സഹോദരങ്ങളെ എത്തിപ്പെട്ടത് ഈ ആഘോഷങ്ങളും ലോകത്തിൻ്റെ വ്യഗ്രതകളും ലോകത്തിൻ്റെ ആ ഒരു സുഖങ്ങളും രുചികളും ഒക്കെ ആസ്വദിച്ച് നമ്മളിങ്ങനെ പോകുമ്പോൾ നമ്മൾ ഒരു കാര്യം മറക്കും. ഇതൊക്കെ ഒരു സമയം പെട്ടെന്ന് നിൽക്കും. ഇതൊക്കെ നിന്നിട്ട് പിന്നെ നമ്മൾ കാണുന്നത് വേറൊരു സ്ഥലമാണ്. പക്ഷേ ഇതൊക്കെ മനസ്സിലുണ്ടെങ്കിലും ഇവിടെ ഈ പട്ടത്തച്ഛൻ ഇതൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ കണ്ട് പുൽക്കൂടൊക്കെ ആസ്വദിച്ച് വന്ന് ഇങ്ങനെ ആസ്വദിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരുന്നു ലോകത്തിലെ എന്തുമാത്രം സന്തോഷങ്ങളല്ലേ. നന്മയുടെ സന്തോഷങ്ങളുണ്ട്, തിന്മയിലേക്ക് നയിക്കുന്ന സന്തോഷങ്ങളുണ്ട്. നന്മയുടെ സന്തോഷങ്ങൾക്ക് അധികം പരിഹാരം കൊടുക്കേണ്ടി വരില്ല. പക്ഷേ തിന്മ നിറഞ്ഞ സന്തോഷങ്ങൾ ആസ്വദിക്കുമ്പോൾ നമ്മൾ എത്തിപ്പെടുന്നൊരു സ്ഥലമുണ്ട്. ഈ പുൽക്കൂട് നല്ല ഇഷ്ടമായി എനിക്ക്. ഇരിക്കുന്ന അമ്മയുടെ അടുത്തൊന്ന് എത്തിപ്പെടാനാണ് ഞാൻ പങ്കപ്പാട് കാണിക്കുന്നത്. പക്ഷേ ഈ ലോകത്ത് ജീവിക്കുന്നിടത്തോളം കാലം അവിടെ എത്തിപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കി. എന്തായാലും ഈ വീടുകളുടെയൊക്കെ ഈ തൊഴുത്തിലാണല്ലോ, ഗുഹയിലാണല്ലോ ഉണ്ണീശോയെ പ്രസവിക്കാൻ സ്ഥലം കിട്ടിയത്. അപ്പോൾ അവരൊക്കെ ശരിക്കും തൊഴുത്ത് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തിന്മ നിറഞ്ഞ സന്തോഷങ്ങൾ ആസ്വദിച്ചാൽ നമ്മൾ എത്തിപ്പെടുന്ന സ്ഥലം ഇതാണെന്ന് ഇവിടെ നമുക്ക് കാണിച്ചു തരും കേട്ടോ. ഈ പുൽക്കൂട് അങ്ങോട്ട് കഴിയട്ടെ, അപ്പോൾ നിങ്ങൾക്ക് കാണാം. എന്തായാലും ഇതൊക്കെ ആസ്വദിക്കാം. ഇതുപോലുള്ളൊരു സ്ഥലത്ത് മാലാഖമാരുണ്ട്. ഇതുപോലുള്ളൊരു സ്ഥലത്തോടെ പോവും ഈ ആസ്വാദനമൊക്കെ കഴിഞ്ഞ്. അവിടെയും കുറച്ച് പുൽക്കൂടുകളൊക്കെ കാണാം. പുൽക്കൂടുകൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വലിയൊരു കാര്യമാണ് ഒരുക്കി വച്ചിരിക്കുന്നത്. മഹാസംഭവം. രാജകൊട്ടാരങ്ങളും രമ്യഹർമ്മ്യങ്ങളും. അയ്യോ, കുറേ സമയം എടുത്തിട്ടുണ്ടാകും ഇതുണ്ടാക്കാനായിട്ട്. ചില്ലറ സമയമല്ല ഉണ്ടാക്കാൻ എടുത്തിട്ടുണ്ടാകാം. ഇതിപ്പോൾ ഈ വീഡിയോയിൽ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നേർക്കണ്ണ് കൊണ്ട് കാണണം. എന്തുമാത്രം രാത്രികളും പകലും ചിലവാക്കിയിട്ടുണ്ടാകും ഇതുപോലെ കൊട്ടാരങ്ങൾ ഉണ്ടാക്കാനായിട്ട്. നല്ല ഇഷ്ടപ്പെട്ടു എനിക്ക് ഈ കൊട്ടാരങ്ങളും അതിൻ്റെ ഉള്ളിലത്തെ ലൈറ്റും. ഇപ്പോൾ പുൽക്കൂട് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ കൊട്ടാരങ്ങളാണ് കാണുന്നത്. മലമ്പ്രദേശവും മലകളുടെ ഇടയിലൊക്കെ വീടുകളാണ്.
പിന്നെ രമ്യകർമ്മ്യങ്ങളാണ്. ചിലപ്പോൾ ഹെറോദസിൻ്റെ കൊട്ടാരമായിരിക്കാം, പിലാത്തോസിൻ്റെ കൊട്ടാരമായിരിക്കാം. ഇതിലൂടെയൊക്കെ ഈശോ കടന്നു പോകുന്ന വഴികളായിരിക്കാം. അതൊക്കെ ആയിരിക്കും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇത് ആ കൊട്ടാരങ്ങൾ തന്നെ കൊട്ടാരങ്ങൾ. വലിയ 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 ആളുകൾ, കയ്യാഫാസും അന്നാപ്പാസും പിന്നെ കുറേ അന്നാസും കുറേ ഉണ്ടല്ലോ, കുറേ ആളുകളുണ്ടല്ലോ. ഉണ്ണീശോ മാത്രമല്ലേ ഇതുപോലെ തൊഴുത്തിൽ കിടക്കേണ്ട വന്നിട്ടുള്ളൂ. അവരൊക്കെ കൊട്ടാരങ്ങളിൽ ലൈറ്റ് ഇട്ടിട്ട് രമ്യകർമ്മങ്ങളിൽ ഇങ്ങനെ ആഹ്ലാദിച്ചിരിക്കുന്ന സമയത്തല്ലേ നമ്മുടെ ഉണ്ണീശോ ഈ കാളകളുടെയും ആടുകളുടെയും ഇടയിൽ തൊഴുത്തിൽ ഒരാൾ സഹായിക്കാനില്ലാതെ മഞ്ഞത്ത് കോച്ചി വിറച്ച് നമ്മുടെ ഉണ്ണീശോ കിടന്നത്. ഞാനത് ഓർക്കുകയായിരുന്നു. ഇവരൊക്കെ കൊട്ടാരത്തിൽ ഇങ്ങനെ താമസിക്കുകയാണ്. കണ്ടോ എന്ത് ഭംഗിയാണ് ഓരോരോ കൊട്ടാരങ്ങൾ. നമ്മുടെ ഉണ്ണീശോയ്ക്ക് മാത്രം കിട്ടിയത് തൊഴുത്താണ്. പക്ഷേ ഈ കൊട്ടാരങ്ങളിലൊന്നും ഇല്ലാത്ത എന്തോ ഒന്ന് ആ തൊഴുത്തിലുണ്ടായിരുന്നു. ഉണ്ണീശോയുടെ അമ്മയെ നോക്കുമ്പോഴാണത് വളരെ കൃത്യമായിട്ട് നമ്മൾ അറിയുക. അങ്ങനെ ഈ കൊട്ടാരങ്ങളിൽ കൂടെ പോയിട്ട് പിന്നെ ദേ കണ്ടത് ആസ്വാദനങ്ങൾക്ക് ശേഷം വരുന്ന ശുദ്ധീകരണ സ്ഥലമാണ്. അയ്യോ, കുട്ടികളൊക്കെ പേടിച്ച് കരയാൻ തുടങ്ങി. തീയാണ്, തീയ്. ചെയ്തു പോയ പാപങ്ങൾക്കുള്ള പരിഹാരം ഇവിടെ അനുഭവിക്കുകയാണ്. ഇവിടെ അനുഭവിക്കുന്ന ആത്മാക്കളെ കാണാം. കണ്ടോ, തീയിൽ കിടന്ന് അവർ വിഷമിക്കുകയാണ്. അത് ലോകത്തിൻ്റെ തിന്മ ആസ്വദിച്ചുകൊണ്ട് വായിലും ദേഹത്തും ഒക്കെ തീയാണ്. ശുദ്ധീകരണ സ്ഥലമാണിത്. ഇവിടെ കിടന്ന് നമ്മൾ ചെയ്ത പാപത്തിൻ്റെ പരിഹാരം അഗ്നിയിൽ കിടന്ന് ശുദ്ധിയുള്ളവരാക്കും നമ്മുടെ ആത്മാവിനെ. അവർ നമ്മളോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥന തരുമോ, പരിശുദ്ധ കുർബാന തരുമോ, കുർബാനയിൽ നിന്ന് ഒഴുകുന്ന തിരുരക്തം ഞങ്ങൾക്കായിട്ട് നിങ്ങൾ കാഴ്ചവെക്കുമോ. നിൽക്കാൻ പറ്റാതെയാണ് ആത്മാക്കൾ കിടന്ന് വിഷമിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്ത്. ജ്വലിക്കുന്ന തീയിൽ അവർ കത്തി ഉരുകുകയാണ്. ഇത് ആത്മാവിൻ്റെ ശുദ്ധീകരണമാണ് എന്ന് മനസ്സിലാക്കണം കേട്ടോ. അല്ലാതെ ശരീരം ഇവിടെയല്ലേ കിടക്കുന്നേ. അപ്പോൾ ഈ തീയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദാ ആത്മാക്കൾ കൈകൾ ഉയർത്തി അഗാധത്തിൽ നിന്നും വിളിക്കുന്നു ഞങ്ങൾ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി എന്ന് പറയാണ്. സമരസഭയിലെ സോദരങ്ങളെ എന്ന് പറഞ്ഞ് ഈ ശുദ്ധീകരണം കഴിഞ്ഞാൽ പിന്നെ നമ്മളെ എത്തുന്നത് സ്വർഗത്തിലേക്കാണ്. സ്വർഗത്തിലേക്ക് അവിടെ മാലാഖമാരും കിളികളും അങ്ങനെ എന്തെല്ലാം സന്തോഷത്തിൻ്റേതായ കാര്യങ്ങൾ അവിടെ ഉണ്ടാകും. മഞ്ഞിറങ്ങി ശുദ്ധീകരണ സ്ഥലം കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരനുഭവം. അത് കഴിഞ്ഞാൽ നമ്മൾ എത്തുന്നതാണ് ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ, ഈശോയുടെ മുമ്പിൽ. ഈ ശുദ്ധീകരണം കഴിഞ്ഞാൽ നമ്മെ കാത്തു നിൽക്കുന്നു നമ്മുടെ ഈശോ. ഓരോ കുർബാനയിലും ഈശോ നമ്മെ കാത്തു നിൽക്കുന്നുണ്ട്. അത് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ പുറത്തേക്ക് വരും. അവിടെയുമുണ്ട് കുറേ കാര്യങ്ങൾ. ശുദ്ധീകരണ സ്ഥലവും അവരുടെ യാചനയും എന്നെ വല്ലാതെ സ്പർശിച്ചു കേട്ടോ. കാരണം അത് എൻ്റെ ഒരു വിഷയമാണല്ലോ ഈ ശുദ്ധീകരണ സ്ഥലം. ശുദ്ധീകരണ സ്ഥലം കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ദൈവമേ, കത്തുന്ന തീയിൽ നിലവിളിക്കുന്ന ആത്മാക്കൾ. ശുദ്ധീകരണം നമുക്ക് സഹിച്ച് നമ്മുടെ ഹൃദയം, നമ്മുടെ ആത്മാവ് വെണ്മയുള്ളതാക്കാൻ ഇപ്പോഴേ നമുക്ക് ശ്രമിക്കാം. അതിനേക പ്രതിവിധി സഹനങ്ങൾ ഏറ്റെടുക്കുകയാണ്. അവിടെ ഇന്ന് 9 ഡീക്കന്മാരുടെ പട്ടായിരുന്നു. അവരുടെ ഫോട്ടോയാണ് ഈ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ ഇവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചു. ഇവരുടെ ആശീർവാദം വാങ്ങി. അതൊക്കെ ഇന്ന് ലഭിച്ച വലിയ അനുഗ്രഹമായിരുന്നു. സിസ്റ്റേഴ്സും അച്ഛന്മാരും എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് പുൽക്കൂട് കാണാൻ. കിട്ടിയ സമയം പാഴാക്കണ്ട എന്ന് അവരും കരുതിയിട്ടുണ്ട്. മനസ്സിന് സന്തോഷം തരുന്ന ഈ അനുഭവം
ഇപ്പോഴല്ലേ നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. എവിടെ നോക്കിയാലും ലൈറ്റാണ്. കുഞ്ഞുമക്കൾക്കൊക്കെ എന്ത് സന്തോഷമാണെന്നോ. അവരെല്ലാവരും ഇതിങ്ങനെ ആസ്വദിച്ച് കളിക്കുകയാണ്. ഒപ്പം ഭക്ഷണമുണ്ട് കേട്ടോ. നല്ല ഭക്ഷണം പൈസ കൊടുത്ത് വാങ്ങി കഴിക്കാം. അതൊരു നല്ല അനുഗ്രഹമായിരുന്നു. കാരണം ഇതൊക്കെ കണ്ട് ക്ഷീണിച്ച് വരുമ്പോൾ ഒന്നിരുന്ന് ഒരു ചുക്ക് കാപ്പി കുടിക്കുക നല്ല കാര്യമാണ്. ഞങ്ങളും കഴിച്ചു കേട്ടോ. നല്ല ചുക്ക് കാപ്പിയൊക്കെ കഴിച്ചു. അപ്പോൾ ശുദ്ധീകരണ അനുഭവം വീണ്ടും ഞാൻ ഓർക്കുകയായിരുന്നു. ദൈവമേ, ഞാൻ എവിടെയായിരിക്കും കിടക്കുക? അങ്ങനെ ചിന്തിച്ച് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങി. കാരണം അവിടെ നിൽക്കാൻ സമയപരിധിയൊക്കെ ഉണ്ടല്ലോ. ധാരാളം ആളുകൾ കൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ മടങ്ങിയത്. അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിലൊക്കെ ഒരു ചിന്തയായിരുന്നു. കണ്ട നക്ഷത്രങ്ങളും ലൈറ്റൊന്നും മനസ്സിൽ പതിഞ്ഞില്ല. പതിഞ്ഞത് ആ ശുദ്ധീകരണ സ്ഥലമാണ്. ദൈവമേ, അഗാധത്തിൽ നിന്ന് ഇവർ വിളിക്കുകയല്ലേ. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ വീട്ടിലെത്തി. അപ്പോഴാണ് എന്നെ കൊണ്ടുപോകുമോ എന്ന് ചോദിച്ച ഉണ്ണീശോ വീട്ടിൽ കിടക്കുന്നത്. ഞാൻ ആ ഉണ്ണീശോനെ എൻ്റെ ഉണ്ണിയുടെ കൂട്ടത്തിൽ വെച്ചു. ഇപ്പോൾ 2-3 ഉണ്ണികളാണ്. ഇതാണ് ഈ വർഷം കിട്ടിയ കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച ഉണ്ണീശോ. ഞാൻ ഉണ്ണീശോയുടെ ഒരു സ്വകാര്യം പറഞ്ഞു. ലൈറ്റൊക്കെ കാണാൻ പോയി, പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൽ ആ ശുദ്ധീകരണ സ്ഥലമാണ് കേട്ടോ പതിഞ്ഞിരിക്കുന്നത്. എൻ്റെ കൊച്ചുണ്ണീശോയെ, ഈ ലോകത്ത് വെച്ച് തന്നെ ശുദ്ധീകരണം പൂർത്തിയാക്കാൻ എന്നെ അനുവദിക്കണമേ. ഇതാണ് എൻ്റെ പ്രാർത്ഥന. ഇത് മാത്രമാണ് എന്നും പ്രാർത്ഥന. കാരണം ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് എപ്പോഴും വിഷമങ്ങളും വേദനകളും ചെറിയ ചെറിയ വിഷമങ്ങളും നീരസങ്ങളൊക്കെ വരും. കാരണം നമ്മളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വേദന വരും. പിന്നെ കിട്ടിയ വെട്ടുകളൊന്നും മറക്കാനും പറ്റില്ല. ഇന്നലെ ആശുപത്രിയിൽ പോണ വഴിയിൽ ഒരാൾ സംസാരിക്കുകയായിരുന്നു. വേദനകളൊന്നും മറക്കാൻ പറ്റുന്നില്ല, മറക്കണം. ഞാൻ പറഞ്ഞു, ഇയാളെന്താ പറയണേ? കിട്ടിയ വെട്ടൊന്നും പെട്ടെന്ന് മറക്കാൻ പറ്റില്ല. ആരെന്ത് കൗൺസിലിങ്ങിലും മറക്കുക എന്ന് പറയുമ്പോൾ മറക്കുക എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് മറക്കലാണ്. എല്ലാം മറക്കുക എന്ന് പറഞ്ഞാൽ ഭ്രാന്ത് വന്നാലല്ലേ മറക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അവസ്ഥ വരണം എല്ലാം മറക്കണമെങ്കിൽ. കിട്ടിയ വേദനകളും കിട്ടിയ സന്തോഷങ്ങളൊന്നും സ്വബുദ്ധി ഉണ്ടെങ്കിലും മറക്കാൻ പറ്റില്ല. നമ്മളിപ്പോൾ അതിനല്ല പ്രാർത്ഥിക്കേണ്ടത്. ദൈവമേ, കിട്ടിയ വേദനകൾ സന്തോഷത്തോടെ സഹിച്ച് അവരോട് ക്ഷമിക്കാനുള്ള കൃപ. പക്ഷെ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഇതിങ്ങനെ നമ്മുടെ ഹൃദയത്തിലേക്ക് വരും. ഓ, അന്ന് അങ്ങനെ ഉണ്ടായത്, അന്ന് ഞാൻ അനുഭവിച്ച വേദന അത് വരും. അത് വരരുത് എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് വരാതിരിക്കുന്നത് എന്നൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്തു. കാരണം നമ്മൾ പല പ്രസംഗങ്ങളിലും കേൾക്കും, നമ്മൾ ക്ഷമിക്കുകയും മറക്ക് പൊറുക്ക് എന്നൊക്കെ. ക്ഷമിക്കാൻ പറ്റും, പൊറുക്കാനും പറ്റും. പക്ഷേ എങ്ങനെയാണ് മറക്കുക? അത് പരിശുദ്ധാത്മാവ് തന്നെ ആ കൃപ തരണം. മറക്കൽ പരിശുദ്ധാത്മാവ് തരാതെ ആ കൃപ കിട്ടില്ല. പിന്നെ കിട്ടുക ഭ്രാന്ത് വരുമ്പോഴാണ്. ആ കംപ്ലീറ്റ് പോവും, എല്ലാം മറക്കും നമ്മൾ. പിന്നെ വേറൊരു ലോകത്തായിരിക്കും. നമുക്കിതുവരെ ഭ്രാന്തൊന്നും വരാത്തത് കൊണ്ട് നമ്മൾ മറക്കില്ല. അത് പറഞ്ഞപ്പോൾ ആ കേട്ട ആൾക്കൊരു ആശ്വാസമായി. അപ്പോൾ ആ ആൾ പറഞ്ഞു, ആശ്വാസമായി, ഇത് മറക്കാൻ പറ്റാത്തത് പാപമാണാവോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു, മറക്കാൻ പറ്റാത്തത് എങ്ങനെയാണ് പാപമാവണത്? പൊറുക്കാൻ പറ്റാത്തതാണ് പാപം, ക്ഷമിക്കാൻ പറ്റാത്തതാണ് നമുക്ക് പാപമായി വരിക. വലിയ വലിയ വേദനകളും ചതികളും നമുക്ക് ലഭിക്കുമ്പോൾ, അത് വേണ്ടപ്പെട്ടവരിൽ നിന്ന് ലഭിക്കുമ്പോൾ ആ ആൾക്ക് വേണ്ടപ്പെട്ട ഒരു വ്യക്തിയിൽ നിന്നാണ് ലഭിച്ചിരിക്കുന്നത്. അത് മറക്കാനായിട്ട് പറ്റില്ലല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം ഇങ്ങനെ, ക്ഷമിക്കാൻ പറ്റണേ, പൊറുക്കാൻ പറ്റണേ, ഓർക്കാതിരിക്കാനായിട്ട് പറ്റണേ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി അത്രമാത്രം ഉന്നതിയിലേക്ക് ഞങ്ങളെ ഉയർത്തണമേ. അതിന് ഈ പുൽക്കൂട്ടിൽ കിടക്കുന്ന ഉണ്ണീശോയോട് പ്രാർത്ഥിക്കാം. നിസ്സഹായരുടെയും ദരിദ്രരുടെയും വേദനിക്കുന്നവരുടെയും ആശ്വാസമായിട്ടാണ് രക്ഷകൻ ഈ തൊഴുത്തിൽ പിറന്നിരിക്കുന്നത്. ഈ ഗുഹയിൽ പിറന്നിട്ട് നമ്മളോട് പറയാണ്, നിങ്ങളുടെ വേദനകളിൽ, നിങ്ങളുടെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളിൽ, പരിപരുത്ത ജീവിത അനുഭവങ്ങളിൽ നിങ്ങളോടൊപ്പമായിരിക്കാനാണ് ഞാൻ ഇതാ നിങ്ങളുടെ ഒപ്പം അവതരിച്ചിരിക്കുക. ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് രക്ഷ കിട്ടാനാണ്. നിങ്ങളുടെ പാപങ്ങളിൽ നിന്നെല്ലാം നിങ്ങളെ മോചിപ്പിച്ച്
നിങ്ങൾ ചെയ്ത പാപങ്ങളുടെ പരിഹാരം എൻ്റെ പിതാവിന് കാഴ്ചവെച്ചുകൊണ്ട് ബലിയായി തീരാനാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്താം. എങ്ങനെ പ്രയോജനപ്പെടുത്താം? ലോകത്തിന് പ്രകാശമായിട്ട് മാറാൻ നിങ്ങളെക്കൊണ്ട് കഴിയും. അന്ധകാരമായിട്ടുള്ള നമ്മുടെ ഹൃദയം പ്രകാശിതമാക്കണമേ എന്ന് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക. നന്മ ചെയ്യാൻ, വെറുപ്പില്ലാതെ ജീവിക്കാൻ ഉണ്ണീശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ വരുമ്പോൾ ഉണ്ണീശോ വന്ന് ബലിയായി തീർന്ന് തുറന്നിട്ട ആ പർദീസയുടെ വാതിലിലൂടെ വിശുദ്ധിയുടെ വസ്ത്രം ധരിച്ചാൽ നമുക്കും കയറിപ്പറ്റാം. വിശുദ്ധിയുടെ വസ്ത്രം ധരിക്കാത്തിടത്തോളം നമുക്ക് ആ വാതിൽ കടക്കാൻ പറ്റില്ല. വാതിൽ തുറന്നിട്ടിട്ടുണ്ട് ഈശോ, പക്ഷേ വിശുദ്ധിയുള്ളൊരു ജീവിതം ഉണ്ടെങ്കിലേ വാതിലിൽ കൂടെ കടക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ വിശുദ്ധിയുടെ വസ്ത്രമില്ല എന്ന് പറഞ്ഞ് പുറത്തെറിയും. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. അതുകൊണ്ട് തിളങ്ങുന്ന നക്ഷത്രങ്ങളെ നോക്കി ഉണ്ണീശോയോട് പ്രാർത്ഥിക്കാം. കൊച്ചുണ്ണീശോയെ, ഈ വർഷം പ്രത്യാശയുടെ തീർത്ഥാടകരായിട്ട് 2025 വർഷമായി നമ്മുടെ ഈശോ ഭൂമിയിൽ വന്നതിൻ്റെ വാർഷികം. ഈ തീർത്ഥാടനത്തിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ പ്രകാശം നിറയ്ക്കാൻ ഞങ്ങളും ഇതുപോലെ കുടുംബത്തിൽ, സമൂഹത്തിൽ മറ്റുള്ളവർക്ക് പ്രകാശമാകുന്ന നക്ഷത്രങ്ങളാകാൻ ഉണ്ണീശോയെ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഹൃദയം നിനക്കിരിക്കാൻ പറ്റുന്നൊരു പൂങ്കാവനമാക്കി മാറ്റണമേ. ഞങ്ങളോടൊപ്പം ആയിരിക്കണമേ. കാരണം നീ വന്നത് പർദീസയുടെ വാതിൽ തുറക്കാൻ, മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരം ചെയ്ത് ബലിയാകാനാണ്. നീ കഷ്ടപ്പെട്ട് ബലിയായിട്ട് തുറന്നിട്ട വാതിലിലൂടെ ഞങ്ങൾ കടക്കാതെ നിൽക്കുമ്പോൾ ഞങ്ങളുടെ ഉണ്ണീശോ എന്തുമാത്രം വേദനിക്കും. നീ തുറന്നിട്ട് തന്ന ആ വാതിലിൽ കൂടെ കടക്കാനുള്ള വിശുദ്ധി ഞങ്ങൾക്ക് ലഭിക്കാൻ, ഞങ്ങളുടെ വാക്കുകളെ നിയന്ത്രിക്കാൻ, ഞങ്ങളുടെ കണ്ണുകളെ നിയന്ത്രിക്കാൻ, ഞങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കാൻ, ഞങ്ങളെ തന്നെ വിശുദ്ധിയുള്ളതാക്കാൻ കൊച്ചുണ്ണീശോയെ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ഓരോ വീടുകളിലും നക്ഷത്രമായിട്ട് മാറാൻ, ഒരു സമൂഹത്തിൽ പ്രകാശിക്കുന്ന നക്ഷത്രമായി മാറാൻ, എവിടെയെങ്കിലും അന്ധകാരം വരുമ്പോൾ ആ അന്ധകാരത്തെക്കുറിച്ച് കുറ്റപ്പെടുത്താതെ സ്വയം പ്രകാശമുള്ള നക്ഷത്രങ്ങളായി അവിടേക്ക് കടന്നു ചെല്ലാൻ, അപ്പോൾ അവരും പ്രകാശിതരാകും, നമ്മളും പ്രകാശിതരാകും. അതിനായിട്ട് ഉണ്ണീശോയെ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ഈ ക്രിസ്തുമസ് ദിനത്തിൽ എൻ്റെ കൂടെ വന്ന ഉണ്ണീശോയെ 1000 ആരാധന എന്ന് പറഞ്ഞു. ഈ ഉണ്ണീശോ എൻ്റെ കൂടെ ഇരിക്കാൻ തന്നെയാണ് വന്നിരിക്കുന്നത് എന്ന് തോന്നുന്നു. ആരും ഇതുവരെ ചോദിച്ചു വന്നിട്ടില്ല. പ്രിയ കൂട്ടുകാരെ, വർഷങ്ങളായി ഉപയോഗിച്ചിരുന്ന ഉണ്ണീശോ, ഞങ്ങളുടെ കൂടപ്പിറപ്പായിരുന്ന ഉണ്ണീശോ, ഇപ്പോൾ കൂടെ വന്ന ഉണ്ണീശോ, ഒറ്റ ചോദ്യമേ ഉള്ളൂ. കൊച്ചുണ്ണീശോയെ, ഞങ്ങളുടെ ഹൃദയം വിശുദ്ധിയുള്ളതാക്കണമേ. നീ തുറന്നിട്ട് തന്ന പർദീസയുടെ വാതിലിലൂടെ കടക്കാൻ, വിശുദ്ധിയുടെ വസ്ത്രം ധരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. പാപികളാണ് ഞങ്ങൾ ഉണ്ണീശോയെ. പലപ്പോഴും ഞങ്ങൾക്ക് പതറിച്ച വരുന്നുണ്ട്. ഞങ്ങളെ നീ കൈപിടിച്ച് നടത്തണമേ. ഞങ്ങളുടെ കൂടെ നീ കളിക്കാൻ വന്നാൽ ഞങ്ങൾ പിന്നെ പാപം ചെയ്യുകയില്ല. നീ ഞങ്ങളുടെ കൂടെ കേക്ക് ഉണ്ടാക്കാൻ വന്നതുപോലെ, നീ ഞങ്ങളുടെ കൂടെ നക്ഷത്രം കൊളുത്താൻ വന്നതുപോലെ എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു ചുറ്റിക്കറങ്ങൽ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. വീടിൻ്റെ ഉള്ളിലെത്തിയപ്പോൾ സന്തോഷം, സമാധാനം. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ.